സി പി എമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സി പി എമ്മിന് ഒട്ടും ചേരാത്തൊരു നേതാവാണ് പാലളി മുഹമ്മദ് കുട്ടിയൊക്കെ. കാരണം അദ്ദേഹം പഴയ തലമുറയിൽപ്പെട്ട ഒരു ആദർശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ പേരിലൊക്കെ ജീവിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ആക്കേണ്ടിയിരുന്നവരാണ്. 1996 മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ അന്ന് സി പി എമ്മിലുള്ള ഈ ജാതി തർക്കങ്ങളാണോ സമുദായ വിഷയങ്ങളാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്ന് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന വി എസ് പരാജയപ്പെട്ടപ്പോൾ പിന്നെ സുശീല ഗോപാലിന് വേണ്ടി ഒരു രംഗത്തിറങ്ങിയെങ്കിലും അന്നൊന്നും ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായിട്ട് പോലും പാലളി പരിഗണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വിചിത്രമായൊരു കാര്യം. ഏതായാലും പാലളി മുഹമ്മദ് കുട്ടി ഇപ്പോൾ അദ്ദേഹം കുറച്ചൊരു വിശ്രമ ജീവിതം നയിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം തിരുവോണത്തിന് പാലളി മുഹമ്മദ് കുട്ടിയും കുടുംബവും ഇപ്പോൾ സി പി എം വിട്ട് സി എം പിയിൽ ചേർന്നിട്ടുള്ള പി കെ ശശിയുടെ വീട്ടിൽ അവർ ഓണസദ്യക്ക് അവർ ഓണം കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു. അത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അത് സ്വാഭാവികമായിട്ടും അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ടി കെ ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി ഓണത്തിന് പോയി അവർ സ്വീകരിച്ചു. ഓണത്തിന് വീണ്ടും പോയി അല്ലേ? ഓണത്തിന് വീണ്ടും പോയി. അത് അതിന് മുമ്പ് പോയി. നേരത്തെ പോയിരുന്നു. അവിടെ അദ്ദേഹം ചെന്ന് കോടിയേരിയുടെ സ്മാരകമൊക്കെ കണ്ട് വീട്ടിലുള്ള അവിടെയൊക്കെ സന്ദർശിച്ചു. കുടുംബമായിട്ടാണ് പോയത്. വലിയ അവർ സ്വീകരിച്ചു. അന്ന് കോടിയേരിയുടെ പത്നി ശ്രീമതി വിനോദിനി പറഞ്ഞത് ഇവിടെ ആർക്കും വരാം, ഇത് കോടിയേരിയുടെ വീടാണെന്നാണ്. ഞങ്ങൾക്ക് ഈ വിലക്കൊന്നും ബാധകമല്ലാത്ത രീതിയിൽ തന്നെ അവർ വളരെ ബോൾഡായി അവർ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തളിപ്പറമ്പിലെ ഇലക്ഷന് ശേഷമാണ് ചെന്നത്. അപ്പം നിലവിൽ പി കെ ശശി എന്ന് പറയുന്ന അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെട്ടത് തീവ്രത അളക്കപ്പെട്ട ആൾ എന്നുള്ള പേരിലായിരുന്നു. അതായത് സത്യത്തിൽ പി കെ ശശിയുടെ ഭാഗത്തു നിന്ന് ഒരു ലൈംഗിക പീഡനമോ ലൈംഗിക അതിക്രമമോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാ മാധ്യമങ്ങളും മറ്റ് പാർട്ടിക്കാരും ഒക്കെ കൂടെ ചേർന്നാണ് ഇദ്ദേഹം എന്തോ ഒരു വലിയ പീഡകനാണെന്നുള്ള ഒരു രീതിയിൽ. സി പി എമ്മിന് അങ്ങനെയാണ്, പാർട്ടിക്ക് അനഭിമതനായാൽ ആദ്യം അവനെ പെണ്ണുകേസ് കൊടുക്കാന്നുള്ളതിനാണ് ഇവരുടെ സ്ഥിരം രീതി. അപ്പോൾ സത്യത്തിൽ ഇയാൾ ഏതോ ഒരു സ്ത്രീയോട് രോഷത്തോടു കൂടി പ്രതികരിച്ചപ്പോൾ ഒരു അസഭ്യ വാക്ക് ഉപയോഗിച്ചു, അശ്ലീല വാക്ക് ഉപയോഗിച്ചു. അതിനെയാണ് ഈ പീഡനം എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിച്ചത്. അപ്പോൾ മന്ത്രി എ കെ ബാലനും മന്ത്രിയായിരുന്ന എ കെ ബാലനും പി കെ ശ്രീമതിയും അവരായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട അന്വേഷണ കമ്മീഷൻ. അപ്പോൾ അവർ രണ്ടു കൂട്ടരും അവസാനം അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. തീവ്രതയേറിയ വാക്കൊന്നും അല്ലായിരുന്നു എന്നങ്ങാണ്ടൊരു പരാമർശം ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് കേരളം മുഴുവൻ അത് പ്രസിദ്ധമായത്. പീഡനത്തിൻ്റെ തീവ്രത അളക്കാൻ ബാലനെയും ശ്രീമതിയെയും നിയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ടി കെ ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിൽ പോകുന്നതാണെങ്കിലും പാലോളി മുഹമ്മദ് കുട്ടി പി കെ ശശിയുടെ വീട്ടിൽ പോകുന്നതാണെങ്കിലും ഇവരൊക്കെ ശരിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, അവരാണ് ശരിയെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ കാര്യങ്ങൾ. പാലോളി മുഹമ്മദ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആദരിക്കപ്പെടുന്ന നേതാവ് തന്നെയാണ് പാലോളി മുഹമ്മദ് കുട്ടി. സത്യസന്ധനായ അദ്ദേഹം വളരെ സാമാന്യം നല്ല സ്വത്തുണ്ടായിരുന്ന ഒരു വീട്ടിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹമൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ എണ്ണത്തെക്കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ കൊടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയെന്നൊക്കെ കൊണ്ടിരിക്കുക വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും മക്കളെ ഒന്നും ബിസിനസ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞയച്ചില്ലെന്ന് തോന്നുന്നു. ഇതുപോലെ ഈ അച്ഛൻ്റെ ഗ്രാറ്റുവിറ്റി അമ്മയുടെ ഗ്രാറ്റുവിറ്റി വാങ്ങിച്ചിട്ട് വൻകിട വ്യവസായം ചേർന്ന് വിട്ടിട്ടില്ല. അപ്പോൾ പാലോളിയെക്കുറിച്ച് എല്ലാവരും അത് നല്ലൊരു മന്ത്രിയായിരുന്നു കേട്ടോ. ഒരു ടൈമേ മന്ത്രിയാവുള്ളൂ അല്ലേ? 2 ടൈം മന്ത്രിയാണെന്ന് തോന്നുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു അദ്ദേഹം 96 പിന്നീട് എനിക്ക് തോന്നുന്നത് വി എസിൻ്റെ മന്ത്രിസഭയിലും 2006 മന്ത്രിയായിരുന്നു തോന്നുന്നു. എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്തായാലും പി കെ ശശിയുടെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ സി പി ഐയിൽ നടപ്പിലാത്തൊരു കാര്യമായിരുന്നു. ഈ പാർട്ടി വിട്ടുപോയവൻ എതിർ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവനേക്കാളും ഭീകരനായി കണക്കാക്കുകയും അവനെ എങ്ങനെയെങ്കിലും വകവരുത്താൻ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം സി പി എമ്മിനുണ്ടായിരുന്നു. അതൊക്കെ പോയി, ആ കാലം പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി കെ ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിൽ പോയതും ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി ഓണത്തിന് അദ്ദേഹം കുടുംബാംഗങ്ങളുമൊത്ത് പി കെ ശശിയുടെ വീട്ടിൽ പോയത്. അപ്പോൾ ശശി ശരിയായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് പാർട്ടിയല്ല, ശശിയായിരുന്നു ശരി എന്നാണ്. കാരണം ശശിക്കെതിരെ ഈ നടപടികൾ എടുക്കുന്ന സമയത്ത് പോലും പാലോളി മുഹമ്മദ് കുട്ടി ശശിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളാണ്. കാരണം ശശി പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ഒരു അതെ അവരുടെ ആരോപണം അതായിരുന്നല്ലോ. ശശി പാർട്ടിക്ക് ഒതുങ്ങി നിൽക്കുന്നില്ല, പാർട്ടി ചട്ടവട്ടങ്ങൾക്ക് അനുസൃതമായി ശശി നിൽക്കുന്നില്ല, ശശിയുടെ വഴിക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്. ശശി പക്ഷേ നല്ല ആൾബലമുള്ള ഒരുപാട് അനുയായികളുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു, അതൊരു വാസ്തവമാണ്.
എന്താണെങ്കിലും അദ്ദേഹം ചെന്നതോടുകൂടി, പാലോളി ചെന്നതോടുകൂടി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഈ വാർത്തയ്ക്ക് അടിയിൽ. അതെ, ചില അന്തം കമ്മികൾ പാലോളി എന്നാലും എൻ്റെ ഞങ്ങളുടെ പാലോളി നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും താഴെ വന്ന് വലിയ തോതിൽ പരതുവയ്ക്കുകയും പുളമയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, പാലോളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പാലോളി ആ പേര് പോലെ തന്നെ അദ്ദേഹം ഒരു നല്ല നേതാവാണ്. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം പാർട്ടിയിലെ തൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരാളിൻ്റെ വീട്ടിൽ ഓണത്തിന് പോകുന്നത് എല്ലാ വർഷവും പതിവുള്ളതാണ്. അദ്ദേഹം ആദ്യമായിട്ട് പോയതല്ലെന്നാണ്, അദ്ദേഹം സ്ഥിരം പോകുന്നതാണ് അങ്ങനെ. അപ്പോൾ അതൊരു ഈ രാഷ്ട്രീയം വേറെ, അതുപോലെ സൗഹൃദം വേറെ എന്ന് ചിന്തിക്കാൻ ഈ അന്തം കമ്മികൾക്ക് ഒരിക്കലും കഴിയില്ല. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. പാലോളി കുടുംബസമേതമാണ് പോകാറുള്ളത്, ഇത്തവണയും അങ്ങനെ തന്നെയാണ് ചെന്നിട്ടുള്ളത്. ഇതിനകത്ത് നിന്ന് പാർട്ടിക്കുള്ള ഒരു പ്രശ്നം എന്താ പറയുക, ഇതിനകത്തൊരു തെറ്റായ സന്ദേശം പ്രവർത്തകർക്കിടയിൽ പോകുന്നുള്ളതാണ് ഇവരുടെ വിഷയം. അതെ, കാരണം പാലോളി ശശിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ശശിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമുള്ള ആളല്ല എന്നൊരു ധ്വനി വരും. കാരണം എന്താണ്, പാലോളി നല്ല നേതാവാണ്. അതെ, അതാണ് പ്രധാനം. അത് വെച്ചായിരിക്കും അളക്കുക. CPM കള്ളന്മാരുടെ തൈക്കണ്ടി ഫാമിലിക്കൊപ്പം നിൽക്കുന്ന പോലെ അല്ല ഇത്. ശശി പാലോളി നല്ലൊരു നേതാവാണ്, നല്ല സത്യസന്ധനായ മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാൾ അവിടെ സ്പീക്കർ ശശിയുടെ വീട്ടിൽ പോകുമ്പോൾ ശശി ശരിയായിരുന്നു എന്ന് പാർട്ടി അണികൾ കരുതേണ്ടി വരും. അതാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് കോടിയേരിയുടെ വീട്ടിൽ TK ഗോവിന്ദനെ എല്ലാം കൊടുത്ത് സ്വീകരിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെയും അതുതന്നെയാണ് വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സ്വീകരിച്ചിട്ട് അവർ പറഞ്ഞു ഇത് കോടിയേരിയുടെ വീടാണ്, ഇത് പാർട്ടി ഓഫീസല്ല എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പണ്ട് ഈ മുമ്പൊക്കെ കണ്ണൂരിൽ ഈ പാർട്ടി നേതാക്കൾ കല്യാണം പോലും വിളിക്കൂലായിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാർട്ടി വിട്ടുപോയാൽ ഒന്നേ അവനെ കൈകാര്യം ചെയ്യുമായിരുന്നു, അതല്ലെങ്കിൽ പാർട്ടി വിട്ട് അവനെ കല്യാണം പോലും വിളിക്കില്ല. അയാളെ വിട്ട് മരിച്ചാൽ പോലും, ഈ നേതാവ് മരിച്ചാൽ പോലും പിന്നെ പോകില്ല എന്നാണ്. ഊരുവിലക്കാണ്. ഈ PV കുഞ്ഞിക്കണ്ണൻ, നമ്മളെ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചർച്ചകൾ, നിങ്ങൾ പറയാതിരിക്കുന്ന നിർവാഹമില്ല. PV കുഞ്ഞിക്കണ്ണൻ എന്ന അവർ LDF കൺവീനറായിരുന്ന മനുഷ്യൻ പാർട്ടി വിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ മകളും കൂടെ ഒരു സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്യാൻ വന്നപ്പം പച്ചത്തറി അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞിക്കണ്ണയെ ചേർത്ത് വിളിച്ച അസഭ്യം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മര്യാദയില്ലാതെ. LDF കൺവീനറായിരുന്ന മനുഷ്യനാണ് നമ്മൾ ഓർത്തോളണം. അപ്പോൾ അതാണ് ഇവരുടെ ഒരു രീതി. അതിനെക്കുറിച്ച് പണ്ട് പറയുന്നുണ്ട്, ഒരു രസകരമായ കഥ MVRൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. MVR ഈ പാർട്ടിയിൽ ഇടഞ്ഞ് പ്രശ്നമൊക്കെ ആയ സമയത്ത്, അന്ന് PS ആണല്ലോ പാർട്ടി സെക്രട്ടറി, അപ്പോൾ BS കാണാൻ വിളിപ്പിച്ച്, രാഘവനെ കാണാൻ ചെന്നു. അപ്പോൾ MVR കാണാൻ ചെന്ന് ഒരു സംസാരിക്കണം, ഓരോ എന്താണ് പ്രശ്നം സംസാരിച്ചിരിക്കുമ്പോൾ ചായ കൊണ്ടുവന്നു വെച്ചു രണ്ടുപേരും. MVR ചായ കുടിച്ചില്ല, BS ചായ കുടിക്കുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം BS ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് രാഘവ ചായ കുടിക്കാത്തതെന്നാണെന്ന് ചോദിച്ചു. BS ഉടൻ തന്നെ MVR പൊട്ടിത്തെറിച്ചോണ്ട് ചോദിച്ചത് ഇതിൽ വിഷം ചേർത്തില്ലെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അത് വിഷം ശരിക്കും വിഷം ചേർക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അത്രമാത്രം പക ഈ പാർട്ടിയോട് ഇടഞ്ഞിരിക്കുന്നതിനോട് ഈ പാർട്ടി നേതൃത്വത്തിന് പണ്ടും ഉണ്ടായിരുന്നുള്ളതിൻ്റെ തെളിവാണത്. എന്താണെങ്കിലും PK ശശിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, CPMൻ്റെ തന്നെ ഏറ്റവും അധികം പേരുദോഷം കേൾക്കേണ്ടി വന്ന ഒരു നേതാവ്, പഴിദോഷം കേൾക്കേണ്ടി വന്ന നേതാവ്, പേരുദോഷം കേൾപ്പിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്വന്തം പാർട്ടിക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാരല്ല അത്. എന്തായാലും അദ്ദേഹത്തെ കാണാൻ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയേണ്ടത്, ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ്. പിണറായി വിജയനെ ഒന്നും 7 അയലത്ത് പോലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്ര നല്ലൊരു നേതാവാണ് പാലോളി മുഹമ്മദ് കുട്ടി. അദ്ദേഹം PK ശശിയെ പോലെ ഒരു നേതാവിൻ്റെ വീട്ടിൽ ഓണസദ്യ ഉണ്ണാൻ പോകുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം വളരെ പോസിറ്റീവാണ്. അതായത് PK ശശിയായിരുന്നു ശരി എന്നൊരു സന്ദേശമാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. മാത്രവുമല്ല, കാലം മാറിയിരിക്കുന്നു. പഴയ CPMൻ്റെ പഴയ ഈ വരട്ട രീതികളും ഈ ക്രൂരമായ ആളുള്ള കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ ഇനി നടപ്പില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരിക്കലും പാലോളിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അവിടെ കഴിഞ്ഞ വർഷം പോയത് ശരി തന്നെ, ഇനി തൊട്ടും കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പാർട്ടി അനുമതി ചോദിക്കേണ്ടത് തന്നെ. ഇനി ശശിയുടെ വീട്ടിൽ പോകണമെങ്കിൽ അനുമതി കൊടുക്കുകയില്ലായിരുന്നു. അതൊക്കെ മാറി. പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ഒരു വലിയ വിഭാഗം കള്ളന്മാരല്ലാത്ത നേതാക്കന്മാർ സ്വതന്ത്രരായി ചിന്തിച്ചു തുടങ്ങി അവർ പോസിറ്റീവായ ഒരു ദിശയിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനും കഴിയും. എന്തായാലും പ്രായപരിധിയുടെ പേരിൽ മാറ്റി നിർത്തിയ മുതിർന്ന മികച്ച ഉത്തമ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവരുടെ ശരികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ശരികൾ എപ്പോഴും അവരാ ശരികൾ ചെയ്യുമ്പോൾ ഏറ്റവും മുഖത്ത് പ്രഹരം ലഭിക്കുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും.